ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്നതിന് ഗൂഗിൾ സെർച്ചിൽ സെൻസസ് സെൽഫ് എന്യൂമറേഷൻ എന്ന് സെർച്ച് ചെയ്താൽ ആദ്യം വരുന്ന റിസൾട്ട് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ സ്റ്റേറ്റ്, താഴെ കാണുന്ന ക്യാപ്ച കോഡ് ഇതെല്ലാം തന്നെ എൻ്റർ ചെയ്യുക. ശേഷം വെരിഫൈ ആൻഡ് പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്തും തുടർന്ന് വരുന്ന ഈ ഒരു മെസ്സേജിൽ ഓക്കെ ക്ലിക്ക് ചെയ്യാം. തുടർന്ന് നമ്മുടെ ഹെഡ് ഓഫ് ദ ഹൗസ് ഹോൾഡ്, അതായത് ഈ ഡീറ്റെയിൽസ് ആരാണോ നൽകുന്നത് അവരുടെ പേരാണ് നൽകേണ്ടത്. ആ പേരും ഫോൺ നമ്പറും അതുപോലെ ഇമെയിൽ ഐ ഡിയും അത് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. ഇത്തരം ഡീറ്റെയിൽസ് എല്ലാം നൽകിയതിന് ശേഷം വെരിഫൈ ആൻഡ് പ്രൊസീഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് OTP സെൻഡ് എന്നൊരു മെസ്സേജ് വരുന്നു. അത് ഓക്കെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലഭിച്ചിരിക്കുന്ന OTP നമുക്ക് എൻ്റർ ചെയ്യാം. നൽകി അതുപോലെ മുകളിൽ നിന്നും ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ മലയാളം ലാംഗ്വേജ് തന്നെ സെലക്ട് ചെയ്യുന്നതിന് ശേഷം വെരിഫൈ OTP എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ 6 സ്റ്റെപ്പുകളായിട്ടാണ് നമുക്ക് വിവരങ്ങൾ നൽകേണ്ടത്. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ താമസിക്കുന്ന സംസ്ഥാനവും ജില്ലയും സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ താമസിക്കുന്ന സ്ഥലം ടൈപ്പ് ചെയ്യുക, താഴേക്ക് വരുന്നത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രദേശത്തിനടുത്തുള്ള മാപ്പ് ദൃശ്യമാവുന്നു. ഈ മാപ്പിൽ നമ്മുടെ വീട് കണ്ടെത്തുക എന്നുള്ളതാണ് അല്പം ശ്രദ്ധിക്കേണ്ടത്. നമുക്കൊന്ന് സൂം ചെയ്യാം. സൂം ചെയ്ത് നമ്മൾ താമസിക്കുന്ന ആ പ്രദേശത്തുള്ള ആ ബിൽഡിങ് കണ്ടെത്തി ആ ബിൽഡിങ്ങിന് മുകളിൽ ഈ ഒരു മാർക്കിംഗ് വരുന്ന രൂപത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കിവിടെ താഴെ സ്ഥലം സ്ഥിരീകരിക്കുക എന്നുള്ള നീല നിറത്തിൽ വരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ സേവ് ചെയ്ത് അടുത്തത് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ വേണം എന്നതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം രണ്ടാമതായിട്ട് ചോദിക്കുന്ന വീടിൻ്റെ വിശദാംശങ്ങളാണ്. നമ്മൾ താമസിക്കുന്ന വീട് അതിൻ്റെ നിലം നിർമ്മിച്ചിരിക്കുന്ന മാർബിൾ കൊണ്ടാണെങ്കിൽ കല്ല് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ മൊസൈക്കോ ടൈൽസോ ആണെങ്കിൽ അത് കൊടുക്കാം. സെൻസസിൻ്റെ വീടിൻ്റെ ഭിത്തി ഉപയോഗിച്ചിരിക്കുന്നത്, വീടിൻ്റെ ഭിത്തി സിമെൻറ്റ് അല്ലെങ്കിൽ ചുണ്ണാമ്പ് കൊണ്ടോ, മിക്കവാറും വീടുകളിലേക്ക് സിമെൻ്റ് ആയതുകൊണ്ട് സിമെൻ്റ് എന്ന് കൊടുക്കാം. ഇനി മേൽക്കൂര കോൺക്രീറ്റ് ആണെങ്കിൽ അത് കൊടുക്കുന്നു. വീടിൻ്റെ അവസ്ഥ ഏതാണെന്ന് നോക്കിയതിന് ശേഷം കൊടുക്കും. തുടർന്ന് സേവ് ചെയ്ത് അടുത്തതിലേക്ക് പോകാം. ഇനി ഇതിലേതെങ്കിലും മാറ്റേണ്ടതുണ്ടെങ്കിൽ പുനഃസജ്ജമാക്കുക എന്നുള്ളതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ആ കുടുംബത്തിൽ സ്ഥിരമായി താമസിക്കുന്ന ആളുകളുടെ എണ്ണമാണ്. മറ്റെവിടെയെങ്കിലും ജോലി സംബന്ധമായി താമസിക്കുകയാണെങ്കിൽ അവരുടെ എണ്ണം കുറച്ചാണ് ഇവിടെ നൽകേണ്ടത്. അടുത്തതായി കൊടുക്കേണ്ട കുടുംബനാഥൻ അല്ലെങ്കിൽ നാഥയുടെ പേര് മലയാളത്തിൽ കൊടുക്കുക. അതിന് മലയാളം കീബോർഡിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിവിടെ എഴുതി കൊടുക്കാം. കുടുംബനാഥൻ്റെ പേര് നൽകി അത് ഏതാണ് ലിംഗഭേദം എന്നുള്ളത് കൊടുത്തു. അതിൽ പട്ടികജാതി, പട്ടികവർഗം അല്ലെങ്കിൽ മറ്റുള്ളവരാണോ അത് കൊടുക്കുന്നു. വീടിൻ്റെ ഉടമസ്ഥത സംബന്ധിച്ച് ചോദ്യം കൊടുക്കുന്നു. താമസിക്കാൻ മുറികളുടെ എണ്ണം. ഇനി ആ വീട്ടിൽ 2 ദമ്പതികളാണ്, 2 ഭാര്യ ഭർത്താക്കന്മാർ താമസിക്കുന്നുണ്ട്, അതുകൊണ്ട് അവർ 2 എന്ന് കൊടുക്കുന്നു. ഇനി അത് സേവ് ചെയ്യുന്ന അടുത്തതിലേക്ക് പോകുന്നതിന് വീണ്ടും സേവ് ചെയ്ത് അടുത്തതിലേക്ക് പോകുന്നു. അടുത്തതിലെ കുടിവെള്ള സ്രോതസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. കുടുംബത്തിന് ലഭ്യമായ സൗകര്യങ്ങളാണ്. പൈപ്പ് ശുദ്ധീകരിച്ചതുണ്ടെങ്കിൽ അത് കൊടുക്കുന്നു. കുടിവെള്ള സ്രോതസ്സ് പരിസരത്തുണ്ടെങ്കിൽ അത് കൊടുക്കാം. വെളിച്ചത്തിൻ്റെ സ്രോതസ്സ്, വൈദ്യുതി, കക്കൂസിൻ്റെ ലഭ്യത, കുടുംബത്തിന് മാത്രം ഉപയോഗിക്കുന്നതാണോ അല്ലെങ്കിൽ മറ്റു കുടുംബവുമായി പങ്കിടുന്നുണ്ടോ എന്നുള്ള ചോദ്യം കൊടുക്കാം. അതുപോലെ കക്കൂസിൻ്റെ തരം, മിക്കവാറും വീടുകളിലേക്ക് സെപ്റ്റിക് ടാങ്കോട് കൂടിയ കക്കൂസ് ആയിരിക്കും. ഇരട്ടക്കുഴി കക്കൂസ്, ഒറ്റക്കുഴി കക്കൂസ്, സർവീസ് കക്കൂസ് ഇതൊന്നും തന്നെ നമ്മുടെ നാടുകളിൽ പൊതുവെ സാധാരണയായിട്ട് കാണുന്നില്ല. അതുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇനി അഴുക്ക് വെള്ളം പോകുന്ന കുഴൽ അത് ബന്ധിപ്പിച്ചിരിക്കുന്ന മൂടിയ ഡ്രൈനേജോട് കൂടിയാണ്, അതുകൊണ്ട് അത് കൊടുത്തു. പരിസരത്ത് ലഭ്യമായി കുളിക്കാനുള്ള സൗകര്യം അത് കുളിമുറിയിലുണ്ട്. ഇനി അടുക്കളയിൽ LPG ആണെങ്കിൽ ആ ഒരു ഭാഗമാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇനി അടുക്കളയല്ല, ഒരു മുറിക്കകത്താണ് LPG വെച്ച് പാചകം ചെയ്യുന്നത്, അത് കൊടുക്കാം. ഇനി അതല്ല തുറസായ സ്ഥലത്ത് പാചകം ചെയ്യുന്നെങ്കിൽ അങ്ങനെ കൊടുക്കാം. പാചകത്തിന് ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണെന്ന് കൊടുത്തുകൊണ്ട് നമുക്ക് സേവ് ചെയ്ത് അടുത്ത ഭാഗത്തിലേക്ക് കടക്കുന്നു. അടുത്തതിൽ കുടുംബത്തിന് കൈവശമുള്ള ആസ്തികളാണ്. അതിൽ സ്മാർട്ട് ഫോണുമായി ബന്ധപ്പെട്ട ടെലിവിഷൻ, ഇൻ്റർനെറ്റ്, ലാപ്ടോപ്പുകൾ, മൊബൈൽ സൗകര്യങ്ങൾ, മോട്ടോർ സൈക്കിൾ ഉണ്ടെങ്കിൽ അത്, കാറ്, മൊബൈൽ നമ്പർ ഓൾറെഡി നമുക്കവിടെ കാണാം. സേവ് ചെയ്ത് അടുത്തതിലേക്ക് കടക്കുന്നു. ഇവിടെ പ്രിവ്യൂ, നമ്മൾ കൊടുത്ത വിവരങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ വരുത്തിയതിന് ശേഷം നമുക്ക് എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ അവസാന ഭാഗത്ത് എഡിറ്റിലേക്ക് പോവുക എന്നുള്ളത് കാണാം. ശരിയാണെങ്കിൽ സ്ഥിരീകരിച്ച് സമർപ്പിക്കുക എന്നുള്ള ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്കൊരു നമ്പർ ലഭിക്കും. H എന്ന് തുടങ്ങുന്ന ഒരു നമ്പർ. അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നതോടുകൂടി ഈ ഒരു പ്രോസസ്സ് അവസാനിക്കുന്നു. ഇതുവരെ വീഡിയോ ഉണ്ടായവർക്കും നന്ദി, നമസ്കാരം.